ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നാളൊരു പെണ്ണിനെ ചുട്ടു വന്ന കേസില്ലേ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ സാറിന്റെ ഫോണിലുണ്ടോ? ഇപ്പൊ കാണാൻ സാധ്യതയില്ല. എന്താ താൻ ഉദ്ദേശിക്കുന്നത്? സാറേ, ഞാൻ ആ കേസ് ഫയലിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു തവണ കണ്ടിരുന്നു. ആ നാടോടി സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ അതേ മുഖച്ഛായായിരുന്നു ആ പെൺകുട്ടിക്കും. രണ്ടുപേരും നമ്മുടെ കുട്ടികളാ, അവരെ സങ്കടപ്പെടുത്താൻ പാടില്ല. വരട്ടെ. എന്താ കാണിച്ചു കൂട്ടെന്ന് പറയാൻ പറ്റില്ല. കേട്ടിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ, അത് തന്നെ ധാരാളം. ചിലപ്പോ മിണ്ടാതിരിക്കുമായിരിക്കും അല്ലേ? ആ, നമുക്ക് നോക്കാം. വരട്ടെ, വിരുന്നുണ്ണാൻ വരട്ടെ രണ്ടാളും. അവന്റെ മുന്നിലിട്ടായിരിക്കും അവളെ ഞാൻ കൊല്ലുക. ഹാ, എനിക്കിപ്പോ കൊല്ലാലോ. സുകുമാരിയമ്മയ്ക്ക് ഭ്രാന്തല്ലേ, ഭ്രാന്തിക്ക് ആരെയും ശിക്ഷിക്കാം. വരട്ടെ. ഇതാ അതിങ്ങോട്ട് തരാ, മര്യാദക്ക് തരാനാ പറഞ്ഞേ. ഇങ്ങോട്ട് തരാ, ഇങ്ങോട്ട് തരാ, മര്യാദക്ക് തരാനാ പറഞ്ഞത്. മര്യാദക്ക് തന്ന കാശ് വാങ്ങിച്ച് പോവാൻ നോക്ക്, അല്ലെ നിന്നെയൊക്കെ കൂടത്തോടെ കത്തിച്ചു കളയാ ഞാൻ. വിടുതല്ലേ അങ്ങോട്ട്, എനിക്ക് തരാൻ പറ്റില്ല. മര്യാദക്ക് തന്ന കാശ് മാറ്റി പ്രതിമ എനിക്ക് തന്നിട്ട് പോക്കൂ, അല്ലെ കൂടത്തോടെ ശരിയാക്കി കളഞ്ഞ. അടങ്ങി നിൽക്കുന്നല്ലേ അവിടെ, ഞാൻ തരുന്ന പൈസ എങ്ങനെ വാങ്ങിച്ചാ മതി. പാവം കിടക്കടാ, ഇത് എപ്പടിടാ ഉനക്ക് കൊടുക്ക മുടിയോ? പോയല്ലേ പറഞ്ഞേ, നിങ്ങളോട് മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞു. എന്താടാ എന്താണ് ഒരു ബഹളം ഇവിടെ? സാർ, അവര് സില കേട്ടാரு സാർ. ഞാൻ വില சொன்னப்போ 20 രൂപ കൊടുത്ത് അവർക്ക് അത് വേணும்னு சொன்னாரு சார். நான் எப்படி கொடுப்பேன் சார்? சொல்லுங்க சார், நாங்க ஏழரு சார். என்னோட பொண்ணுக்கு உடம்பு சரியில்லைன்னு சொல்லுங்க சார் அவர்கிட்ட. എന്താണ് നിനക്ക്? എന്താണ് പ്രശ്നം? എന്റെ പൊന്നു സാറേ, ഈ സാധനത്തിന് ഒട്ടും വിലയില്ല. തങ്കവിഗ്രഹത്തിന്റെ വില ഈ തള്ള ചോദിക്കുന്നത്. എടാ നാണല്ലോ നിനക്ക്? ഇവര് പറയുന്ന വിലക്ക് വേണമെങ്കിൽ നീ വാങ്ങിക്കേ, അല്ലെങ്കിലേ അതും കൊടുക്ക്. കൊടുത്തിട്ട് പോടാ, പിടിച്ചോ, പോടാ. കണ്ടോ? ரொம்ப நன்றி சார். சரி சார். മാമാ വാങ്ങു മല്ലി. സാറേ, സാർ അവരുടെ കൂടെയുള്ള പെങ്കൊച്ചിനെ ശ്രദ്ധിച്ചിരുന്നോ? എന്താ പറ്റി? സാറേ, ഇന്നാളൊരു പെണ്ണിനെ ചുട്ടു വന്ന കേസില്ലേ, ആ പെൺകുട്ടിയുടെ ഫോട്ടോ സാറിന്റെ ഫോണിലുണ്ടോ? ഇപ്പൊ കാണാൻ സാധ്യതയില്ല. എന്താ താൻ ഉദ്ദേശിക്കുന്നത്? സാറേ, ഞാൻ ആ കേസ് ഫയലിൽ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഒരു തവണ കണ്ടിരുന്നു. ആ നാടോടി സ്ത്രീയുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ അതേ മുഖച്ഛായായിരുന്നു ആ പെൺകുട്ടിക്കും. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ? ചത്തുപോയ പെൺകുട്ടി നാടോടിയുടെ വേഷത്തിൽ തിരിച്ചു വന്നെന്നോ? താനെന്താ കഥയുണ്ടാക്ക? അല്ല സാറേ, എനിക്ക് ശരിക്കും തോന്നിയതാ. നമുക്ക് നോക്കിയാലോ? തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? താൻ വണ്ടി കയറ്, ഓരോരോ കഥകളുമായിട്ട് ഇറങ്ങിക്കോളൂ. ഇറങ്ങോട്ട്.
മോളെ അമ്മേ കറക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടെത്തുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. അച്ഛനും അമ്മയും വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് തിരക്കാ. അപ്പൊ തന്നെ ഞങ്ങൾ ഇങ്ങ് പോന്നു. ദേ, ഇത് അച്ഛന്, ഇത് അമ്മയ്ക്ക്. അത് ശരി, ഞങ്ങളോട് ചടങ്ങൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വാക്ക് തെറ്റിച്ചു അല്ലേ? ഒരു ചെറിയ സന്തോഷം, അത്രേ ഉള്ളൂ. മോനെ, എന്റെ മോളുടെ നല്ല സന്തോഷമുള്ള നിമിഷങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്നായിരുന്നു എന്റെ ധാരണ. പക്ഷേ ഇതാണ് എന്റെ മോളുടെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങൾ. അത് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കുന്നത്. അച്ഛാ, കൂടുതൽ ക്രെഡിറ്റ് ഒന്നും കൊടുക്കണ്ട. അല്പസ്വല്പം അഹങ്കരിക്കുന്ന കൂട്ടത്തിലാ അച്ഛന്റെ മരുമോൻ. ചുമ്മാ പറയാ അച്ഛാ, എനിക്കെന്താ അഹങ്കാരം. പിന്നെ ഉള്ളത് പറയാലോ. ഇയാളെ സ്വന്തമാക്കിയതിന്റെ അഹങ്കാരം എന്റെ ഉള്ളിലുണ്ട്. അമ്മേ, മുത്തശ്ശി എവിടെ? മരുന്നും കഷായും ഒക്കെ ഒരുപാടുണ്ടല്ലോ. മിക്ക സമയത്തും ക്ഷീണിച്ച് മയക്കമായിരിക്കും. ദേ, ഇത് മുത്തശ്ശിക്കുള്ളതാ. ഞാനൊന്ന് പോയി വിളിച്ചു നോക്കട്ടെ. വേണ്ട മോളെ, നിന്നെ കണ്ടാ ചിലപ്പോ. ആ അച്ഛാ, അത് സാരമില്ല. എത്ര കാലം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ മുത്തശ്ശിയുടെ മുന്നിൽ ഒളിച്ചു നടക്കുക. വരുൺ, വാ. ആ മുത്തശ്ശി, 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 മുത്തശ്ശി. മോളെ, ഇങ്ങ് പോര്. മുത്തശ്ശി എഴുന്നേൽക്കട്ടെ, അപ്പൊ കൊടുക്കാം. വാ. എന്റെ പ്രിയങ്ക മോളെ കൊന്നു കളഞ്ഞിട്ട് എന്റെ അടുത്ത് വരാൻ നിനക്ക് ധൈര്യമായി അല്ലേ? ഈ വിരുന്നുവരവ് നീ ചാവാനുള്ളതടി.